ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വലിയ വലിയ എക്സാംസ് വളരെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു Q&A സെഷൻസ്, അതായത് പലപ്പോഴും ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ പാറ്റേൺസ്, പല രീതിയിലുള്ള പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് സജഷൻസ് വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് പല പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം പണ്ട് PSCയിൽ നമുക്കറിയാം ഒരൊറ്റ സെറ്റ് ഓഫ് എക്സാമിനേഷൻ ആയിരുന്നു, അതിനകത്ത് കൂടുതൽ MCQ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ മൊത്തം എക്സാമിൻ്റെ ഒരു രൂപം തന്നെ മാറി, അതിൻ്റെ പാറ്റേണിൽ തന്നെ ഒരു വ്യത്യാസം വന്ന് പ്രിലിംസ് മെയിൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലോട്ട് മാറി. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിലും ഭയങ്കര വലിയൊരു രൂപമാറ്റം സംഭവിച്ചു. ഇപ്പോൾ MCQ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളിൽ നിന്ന് മാറി നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ, വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ തന്നിട്ട് അതിലൊരു മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, മാച്ച് ദ ഫോളോയിങ്, ഇത് കൂടാണ്ട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ പല പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ PSC പരീക്ഷകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ വളരെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ മെയിൻസ് പരീക്ഷകളെ മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ജിയോഗ്രഫിയിൽ, പ്രത്യേകിച്ച് വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി, ഈ 3 വിഭാഗങ്ങളിലായിട്ട് ഇതുപോലെ പല പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഈ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കുകളെയും അടിസ്ഥാനപ്പെടുത്തി, ഇപ്പോൾ നമ്മൾ വേൾഡ് ജിയോഗ്രഫിയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. വേൾഡ് ജിയോഗ്രഫിയിലുള്ള ഡിഫറെൻറ്റ് Q&A പാറ്റേൺസ്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിരിക്കും നമ്മൾ കണ്ടുപോകുന്നത്. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോ യൂണിറ്റ്, ഇപ്പോൾ നമ്മൾ വേൾഡ് ജിയോഗ്രഫിയുടെ സിലബസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ എർത്ത് ആൻഡ് ഇറ്റ്സ് ഇൻറ്റീരിയർ എന്ന് പറയുന്നതായിരിക്കും ഫസ്റ്റ് പോയിന്റ്. പിന്നെ അറ്റ്മോസ്ഫിയർ വരും, പിന്നെ റോക്സ് വരും, അങ്ങനെ അൺടിൽ എൻഡ് GIS എന്ന് പറയുന്ന ഒരു വലിയൊരു പടുക്കൂറ്റൻ ടോപ്പിക്കിൽ നിന്ന് അവസാനിക്കുന്നതാണ് നമ്മുടെ വേൾഡ് ജിയോഗ്രഫി. അപ്പോൾ ഈ പറയുന്ന ഓരോ ടോപ്പിക്കിൽ നിന്ന്, നമ്മുടെ സിലബസിനകത്തുള്ള ഓരോ ടോപ്പിക്കിൽ നിന്ന് ഞാൻ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പല പാറ്റേണിലുള്ള ചോദ്യങ്ങളും പരിചയപ്പെടാം. അതേപോലെ തന്നെ ഒരു റിവിഷൻ, നമ്മുടെ വരുന്ന മെയിൻസ് പരീക്ഷകളിലോട്ട് വേണ്ടിയിട്ടുള്ള വലിയൊരു റിവിഷൻ സെറ്റായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. അപ്പം ഇതൊരു 3 ക്ലാസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നുണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഇതൊരു വേൾഡ് ജിയോഗ്രഫി കൂടുതൽ വരും, പിന്നെ ഇന്ത്യൻ ജിയോഗ്രഫിക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ഐ തോട്ട് രണ്ടാമത്തെ സെറ്റ് കേരള ജിയോഗ്രഫി, കാരണം ഒരുപാട് പേര് പറഞ്ഞു കേരള ജിയോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, കേരള ജിയോഗ്രഫിയുടെ മെറ്റീരിയൽസ് ഇതെല്ലാമാണ് ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൽ ഓൾറെഡി ക്ലാസ്സസ് അവൈലബിൾ ആണ്, അതിൻ്റെ Q&As അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്, റിവിഷൻ സെറ്റ് അവൈലബിൾ ആണ്. പക്ഷേ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അതുമായിട്ട് യാതൊരു പരിചയം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു സെറ്റ് എന്ന് പറയുന്നത് കേരള ജിയോഗ്രഫി ആയിരിക്കും നമ്മൾ നോക്കുക. അപ്പോൾ കേരള ജിയോഗ്രഫി നമ്മൾ കൂടുതലും ജനറൽ നോളജ്, നമ്മുടെ കറണ്ട് അഫെയർസ്, കാരണം അവരുടെ സിലബസിൽ കേരള ജിയോഗ്രഫി പ്ലസ് കറണ്ട് അഫെയർസ് അല്ലെങ്കിൽ പ്ലസ് ജനറൽ നോളജ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മുടെ അടുത്ത സെറ്റിനകത്ത് വരിക. അപ്പോൾ ഇത് നമുക്കൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെറ്റ് പോലെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജിയോഗ്രഫിയിൽ നിന്ന് പ്രധാനമായിട്ടും വരുന്ന 5 മാർക്കിൽ ഒരു 3 മാർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ വേൾഡ് ജിയോഗ്രഫിയിൽ നിന്നാണ് വരാറ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര വളഞ്ഞു തിരിഞ്ഞുള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നതും വേൾഡ് ജിയോഗ്രഫിയിൽ നിന്നാണ്. ഇന്ത്യൻ ജിയോഗ്രഫി താരതമ്യേന കുറച്ച് കുറവാണ്, മാക്സിമം 2 മാർക്കൊക്കെ ചോദിക്കാറുള്ളൂ, മാക്സിമം 1-2 മാർക്കൊക്കെ വരും. കേരള ജിയോഗ്രഫി ആണെങ്കിൽ മാക്സിമം 1 മാർക്ക്. അതേ സമയം ജനറൽ നോളജും കറണ്ട് അഫെയർസിനകത്ത് കേരള ജിയോഗ്രഫി മിക്സപ്പ് ചെയ്തുകൊണ്ട് അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നേരെ ഓരോ പാറ്റേണിലുള്ള ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഇത് നിങ്ങൾക്ക് റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ പഠിച്ചതെല്ലാം ഒന്നും കൂടി റിവൈസ് ചെയ്യാനും പുതിയ പാറ്റേണുകൾ പരിചയപ്പെടാനും ഇതൊരു റിവിഷൻ സെറ്റായിട്ടും, നിങ്ങൾക്ക് ചെയ്തതിൻ്റെ ഒരു നല്ലൊരു റിവിഷൻ സെറ്റായിട്ടും നിങ്ങൾക്ക് ഇതിനെ കണ്ട് നോക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെഷൻ വേൾഡ് ജിയോഗ്രഫി Q&A പാറ്റേൺസ്. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ഒരു ചോദ്യം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്: സെലക്ട് ദോസ് റിലേറ്റഡ് ടു ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവയിൽ ഏതെല്ലാമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? വിച്ച് ആർ ഓൾ റിലേറ്റഡ് ടു ദി ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉള്ളറയെ പറ്റി പഠനങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങളെപ്പറ്റി റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് ഇതിൽ ഏതെല്ലാമാണ്? മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂവിറ്റി, ഏസ്തനോസ്ഫിയർ, കോൺറാഡ് ഡിസ്കണ്ടിന്യൂവിറ്റി, ട്രോപ്പോസ്ഫിയർ.
വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം ജോഗ്രഫി നല്ല രീതിക്ക് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഈ 4 ഓപ്ഷനിൽ കാണുമ്പോൾ ഇതിനകത്ത് ഒരാളെ പെട്ടെന്ന് തന്നെ എടുത്തങ്ങ് മാറ്റിക്കളയാൻ പറ്റും. അല്ലാത്തവർക്കുണ്ടെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് ലെവലിൽ പഠിച്ചാലും ഈ വേൾഡ് ജോഗ്രഫിയുടെ ഇൻറ്റീരിയർ ഓഫ് ദി എർത്തും അറ്റ്മോസ്ഫിയറും ഈ 2 യൂണിറ്റ് ഒഴിവാക്കാതിരിക്കുക. ഈ പോർഷനിൽ നിന്ന് എങ്ങനെ വന്നാലും ചോദ്യം വരും, പ്രത്യേകിച്ച് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ അതുകൊണ്ട് അത് വിടാതിരിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും 4 ഓപ്ഷൻസ്, ഈ 4 അപ്പോൾ ഈ ഒരു ചോദ്യം യൂഷ്വലി പഴയ PSCയിലാണെങ്കിൽ ഇത് ഈ 4 ഓപ്ഷനിൽ അങ്ങ് കിടന്നേനെ. പക്ഷെ ഇവിടെ ഇച്ചിരി ട്വിസ്റ്റ് ഉണ്ട്. എങ്ങനെയാണ്? 2 and 4 ഉള്ളി, 2ഉം 4ഉമാണ് ഇൻറ്റീരിയർ ഓഫ് ദി എർത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. അടുത്ത ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് 4 പേരും ഇൻറ്റീരിയർ ഓഫ് ദി എർത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടപ്പുണ്ട്. സി എന്ന് പറയുന്നത് 1, 2, 3 ഉള്ളി, 1, 2, 3 മാത്രമാണ് ഇൻറ്റീരിയർ ഓഫ് ദി എർത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആൻഡ് ഡി എന്ന് പറയുന്നത് 1 and 3, 1ഉം 3ഉം മാത്രമാണ് ഇൻറ്റീരിയർ ഓഫ് ദി എർത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതൊരു വെറൈറ്റി പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഒട്ടുമിക്ക ആൾക്കാരെയും നമ്മൾ ഈ പകുതി പഠിക്കുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് പകുതി അറിവ് ഭയങ്കര വിപത്താണെന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് പകുതി അറിവുള്ള ഒരാൾക്കാരെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇത് അറിയാവുന്നവർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നേരെ എന്ത് ചെയ്യുക, പോസ് ചെയ്ത് വെച്ച് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർ, ഇത്തരത്തിലുള്ള പാറ്റേൺ നല്ല രീതിക്ക് പരിചയപ്പെടണം എന്നുള്ളവർ മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നല്ലോണം കേട്ടുപോയാൽ മതി. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് പോസ് ചെയ്ത് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കി നോക്കുക. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മാർക്കൊന്നും പോവില്ല. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെയേറെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുമാണ് നിങ്ങളുടെ എക്സാമിന്. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? നേരെ ആൻസറിലോട്ട് പോവാം. 1, 2 and 3 ഓൺലി. 1, 2, 3 മൊഹോ ഡിസ്കണ്ടിന്യൂവിറ്റി, അതേപോലെ തന്നെ കോൺറാഡ് ഡിസ്കണ്ടിന്യൂവിറ്റി, ഏസ്തനോസ്ഫിയർ, ഇവരെല്ലാം ഭൂമിയുടെ ഉള്ളറയെ പറ്റി പഠിക്കുമ്പോൾ ക്രസ്റ്റ്, മാൻഡിൽ കോർ, ഇവരുടെ എല്ലാം ഇടയിൽ വരുന്ന ഒരു ബ്രേക്കുകളുടെ പേരാണ് ഈ കൊടുത്തേക്കുന്നത്. ഏസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് കുറച്ചുകൂടി മുകളിൽ കിടക്കുന്ന ഒരു ലെയറിൻ്റെ പേരാണ്. നേരെ സമയം ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഈ ഇദ്ദേഹം നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് പഠിക്കുമ്പോൾ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ വരുന്ന ആളാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ആൾക്കാർ. അപ്പോൾ അറ്റ് എ ടൈം 2 ആൾക്കാരെ നോക്കിപ്പോയി. ഇതെല്ലാം പഠിക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ ഇതിനകത്തുള്ള ഓരോ ടോപ്പിക്കും എടുത്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ആയതുകൊണ്ടാണ് ഒരു ഇച്ചിരി ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞത്. ഇനി അങ്ങോട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോവുമായിരിക്കും. അടുത്തൊരു പാറ്റേണിലുള്ള ചോദ്യമാണ് ചെക്ക് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലനേഷൻ ഇസ് കറക്റ്റ്. അതായത് ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാകും. കണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ്സ് എസ് എന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാകും, എന്നിട്ട് ഒരു എക്സ്പ്ലനേഷനും തന്നിട്ടുണ്ടാകും. അതായത് ഞാനൊരു കാര്യം പറഞ്ഞു, എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കാര്യം പറയുന്നു. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ എക്സ്പ്ലനേഷനും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ കിടക്കുന്നൊരു മെയിൻ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ചോദ്യം നല്ല രീതിക്ക് വായിക്കുക. ഒരുപാട് പേര് ഉത്തരം തെറ്റിച്ചു വെക്കുന്നത് ആ മെയിൻ ചോദ്യം വായിച്ച് തെറ്റിക്കുന്നവരുണ്ട്. ചിലപ്പോൾ പറയുന്നത് ഇതിനകത്തുള്ള ശരിയുത്തരങ്ങൾ കണ്ടുപിടിക്കുക എന്നായിരിക്കും മെയിൻ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ അതിൻ്റെ നേരെ തിരിച്ചായിരിക്കും, ഇതിനകത്തുള്ള തെറ്റുത്തരങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും മെയിൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാകുന്നത്. എല്ലാവരും ഇങ്ങനെ ഒരു ആക്രാന്തം കാരണം ചിലപ്പോൾ കയറിയിട്ട് എന്ത് ചെയ്യും, ആ മെയിൻ ക്വസ്റ്റ്യൻ വായിക്കാതെ പോയി തെറ്റുത്തരം മാർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് വായിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ചെക്ക് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലനേഷൻ ഈസ് കറക്റ്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ എക്സ്പ്ലനേഷനും ശരിയാണോ അല്ലയോ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ, കാർബൺ ഡയോക്സൈഡ് ഈസ് ട്രാൻസ്പെറൻറ്റ് ടു ദ ഇൻകമിങ് സോളാർ റേഡിയേഷൻ ബട്ട് ഒപ്പേക്ക് ടു ദ ഔട്ട് ഗോയിങ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ഇൻകമിങ് സോളാർ റേഡിയേഷൻ, അതായത് നമ്മുടെ സൂര്യപ്രകാശം, കടന്നു വരുന്ന സൂര്യപ്രകാശത്തിന് ഇതിലൂടെ കടത്തിവിടുകയും ഭൂമിയിലോട്ട് കടത്തിവിടുകയും എന്നാൽ തിരിച്ചു പോകുന്ന റേഡിയേഷൻ എന്ന് പറയും ടെറസ്ട്രിയൽ റേഡിയേഷൻ, തിരിച്ചു പോകുന്ന രശ്മികളെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു എന്നാണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്, CO2 മോളിക്യൂൾസ് ഡോണ്ട് റിയലി ഇൻറ്ററാക്ട് വിത്ത് സൺലൈറ്റ് വേവ് ലെങ്ത്. അതായത് നമ്മുടെ കാർബൺ ഡയോക്സൈഡിൻ്റെ മോളിക്യൂളുകൾ തികച്ചും സൺലൈറ്റുമായിട്ട് വലിയ ഇൻട്രാക്ഷൻ ഒന്നും നടത്താറില്ല എന്നുള്ളതാണ് എക്സ്പ്ലനേഷൻ പറഞ്ഞേക്കുന്നത്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന പോർഷൻ അത്യാവശ്യം പഠിച്ചിട്ടുള്ളവർക്ക് വളരെ എളുപ്പമായിരിക്കും. അല്ലാത്തവർ ഇതിനെപ്പറ്റി ഒന്നും കൂടി റിസർച്ച് ചെയ്യുക, കാര്യങ്ങളൊന്നും കൂടി പഠിക്കുക. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ബോത്ത് ആർ ട്രൂ, രണ്ടും ശരിയാണ്. എസ് കറക്റ്റ് ബട്ട് ഇ ഈസ് നോട്ട് ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ
സോറി സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, നമ്മുടെ ഈ എക്സ്പ്ലനേഷൻ തെറ്റാണ്. ചിലർ ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വരും. ഈസ് നോട്ട് ട്രൂ, ചിലപ്പോൾ വേണമെങ്കിൽ ഈസ് നോട്ട് ട്രൂഡ് അവിടെ ഈസ് ഫോൾസ്, ഈസ് റോങ് എന്നൊക്കെ പറഞ്ഞിട്ടും ഓപ്ഷൻസ് വരാം. ശ്രദ്ധിച്ച് വായിക്കുക, 2 വട്ടം വായിച്ചിട്ട് അറിയാവുന്ന ഉത്തരങ്ങൾ അശ്രദ്ധ മൂലം തെറ്റിക്കുന്നവരുണ്ട്, തെറ്റിക്കാതിരിക്കുക. അത് നല്ല രീതിക്ക് വായിച്ച് ആൻസർ ചെയ്യുക. ബോത്ത് ആർ ഫോൾസ്, രണ്ടും തെറ്റാണ്. എസ് ഇസ് നോട്ട് കറക്റ്റ് ബട്ട് ഈസ് ട്രൂ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്നാൽ എക്സ്പ്ലനേഷൻ ശരിയാണ് എന്നാണ് രണ്ടാമത്തത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ബോത്ത് ആർ ട്രൂ, രണ്ടും ശരിയാണ്, 2 സ്റ്റേറ്റ്മെൻറ്റും വളരെ കൃത്യമാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഞാൻ എല്ലാ യൂണിറ്റിൽ നിന്ന് ഒരുപാട് നമ്മുടെ മൊത്തം സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് വലിയ എക്സ്പ്ലനേഷൻസ് കൊടുക്കാനുള്ള ടൈം പീരീഡ് എൻ്റെ അടുത്തില്ല. കാരണം നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും ഭയങ്കര എക്സ്പ്ലനേഷൻസ് കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉണ്ടാവുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്കൊരു എക്സ്പ്ലനേറ്റീവ് വീഡിയോ വേണം, അല്ലെങ്കിൽ ഇതുപോലെ ഓരോ ടോപ്പിക്കുകളുടെയും ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ് വേണം, ഐ വാസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുള്ളവർക്ക് യു ക്യാൻ കമൻറ്റ് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഡു സംതിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതിനുശേഷം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് മറ്റൊരു രീതിയിലുള്ള ചോദ്യമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് അതിലേതെല്ലാമാണ് ശരി എന്നുള്ളതാണ് ഒരു പാറ്റേൺ. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ചിലപ്പോൾ വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ മാറ്റം വരാം. ഇവിടെ വേണമെങ്കിൽ കറക്റ്റിന് പകരം ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്, അല്ലെങ്കിൽ ഫൈൻഡ് ദി നോൺ റിലേറ്റഡ് വൺ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ആണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ദ എമൗണ്ട് ഓഫ് ഓസോൺ ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് വെരി ലിറ്റിൽ ആൻഡ് ഇസ് ലിമിറ്റഡ് ടു ഓസോൺ ലെയർ ഫൗണ്ട് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ മുകളിൽ കാണുന്ന അറ്റ്മോസ്ഫിയറിൽ ഓസോൺ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ആ ഉള്ളത് തന്നെ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിൽ ആണ് കാണാൻ സാധിക്കുക എന്നാണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തതാണ്, ഗ്യാസസ് ഫോം ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് കോൾഡ് വാട്ടർ വേപ്പർ. അതായത് വെള്ളത്തുള്ളികളുടെ ഒരു ഗേഷ്യസ് ഫോം എന്ന് പറയുന്നതിനാണ് നമ്മൾ വാട്ടർ വേപ്പർ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തതാണ്, ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് നോട്ട് അബവ് ആവറേജ് വിച്ച് ഇസ് ഫൗണ്ട് ഇൻ വാം ആൻഡ് വെറ്റ് റീജിയൻ. അതായത് നമ്മുടെ വാം ആൻഡ് വെറ്റ് റീജിയൻ, അത്യാവശ്യം ഈർപ്പവും അതുപോലെ തന്നെ വെള്ളം അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു ആവറേജിന് മുകളിലോട്ട് നമ്മൾ എന്ത് കാണില്ല? വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് കാണുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുപോലത്തെ വളരെ സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വളരെ സിമിലർ ആയിട്ട് ഇതുപോലെ വളഞ്ഞു മൂക്കി പിടിക്കുന്ന രീതിയിലുള്ള വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ള ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ ഒരു പോർഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്മോസ്ഫിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് കാറ്റുകൾ, വിൻഡ്, അതുപോലെ തന്നെ പ്രഷർ ബെൽറ്റുകൾ, ജനറൽ സർക്കുലേഷൻ, ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം വളരെ റെലവൻ്റ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ്. അത് വിടാതെ തന്നെ നല്ല രീതിക്ക് വന്ന് നോക്കുക. 4 ഓപ്ഷൻ ഉണ്ട്, 1 and 3 ഓൺലി, 1 and 2 ഓൺലി, 1 ഓൺലി, 1, 2 and 3. അപ്പോൾ ഇതിലേതാണ് ശരി ഉത്തരം എന്നുള്ളത് നോക്കുക. 1, 2 and 3 മൂന്നും ശരിയാണ്. ഈ പറയുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം വളരെ കൃത്യമാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് എൻട്രിയിൽ തന്നെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്, എലിമിനേഷൻ ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതിലേതെല്ലാമാണ് ശരി ഏതെല്ലാമാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന ET എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നുള്ളതിനെ കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇൻ കേസ് ഇനി അങ്ങനത്തെ വീഡിയോ വേണം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ വേണം എന്നുള്ളവർക്ക് അതും കമൻറ്റ് ചെയ്യാം. നമുക്ക് അതിനനുസരിച്ചുള്ള ഫാക്കൽറ്റീസിനെ വെച്ച് അങ്ങനത്തെ വീഡിയോസ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വി വിൽ ഓൾസോ മീറ്റ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇത് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കേട്ടോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഈസ് ഫൗണ്ട് ജസ്റ്റ് അബവ് ദി ട്രോപ്പോസ്ഫിയർ. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലപ്പോഴും ഒരുപാട് വട്ടം ചോദ്യം വന്നിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. എന്താണ്? ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് ഫൗണ്ട് ജസ്റ്റ് അബവ് ദി ട്രോപ്പോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിൻ്റെ തൊട്ട് മുകളിലാണ് കാണുന്നത്. വെദർ റിലേറ്റഡ് ഇൻസിഡൻസ് ഡു നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ദിസ് ലെയർ. അതായത് വെദർ, നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻസ്, അതായത് മഴ, അതുപോലെ തന്നെ നല്ല ചൂടുണ്ടാവുക, മഴ ഉണ്ടാവുക, കാറ്റുണ്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എവിടെ ഉണ്ടാവില്ല? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിൽ കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
വൺ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയർ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് എ ലെയർ ഓഫ് ഓസോൺ ഗ്യാസ്. അതുപോലെ തന്നെ ഈ ലെയറിലാണ് നമുക്ക് ഓസോൺ പാളി അല്ലെങ്കിൽ ഓസോൺ ലെയർ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുക. തൊട്ട് മുമ്പ് കണ്ട ചോദ്യം കൃത്യമായിട്ട് കേട്ടിട്ടുള്ളവർക്ക് ഇത് അത്യാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഭാഗം അരച്ച് കലക്കി കുടിച്ചവർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി പറയുന്ന ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദി സ്ട്രാറ്റോസ്ഫിയർ ഈസ് കറക്റ്റ്? അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ആ ചോദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിച്ചിട്ടുണ്ടാവാം, എല്ലാം ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ദ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ആൾ. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. 1 and 2 ഓൺലി, 1, 2, 3 ഓൺലി, 3 ഓൺലി ആൻഡ് 2 ഓൺലി. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് കണ്ടുപിടിക്കുക. പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഏതാണ്? 1, 2, 3 ഓൺലി. 3ഉം ശരിയാണ്. കാരണം എന്താണ്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിൽ കിടക്കുന്ന ആളാണ്. വെതർ ആക്ടിവിറ്റീസ് ഇല്ല, ഓസോൺ ലെയർ അവിടെ കിടപ്പുണ്ട്. ഈ 3 പോയിന്റ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇതുപോലെ ഓരോ ലെയറിൻ്റെയും പ്രധാനപ്പെട്ട 3 ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് വളരെ നല്ലതായിരിക്കും. മാൻഡേറ്ററി ആയിട്ട് എന്തായാലും ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും കേട്ടോ. അടുത്തത് നമുക്ക് നേരെ ശിലകൾ അഥവാ റോക്സ് എന്ന് പറയാം. നമ്മൾ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് നോക്കി, അറ്റ്മോസ്ഫിയർ കഴിഞ്ഞു, നമ്മൾ നേരെ ശിലകൾ അഥവാ റോക്സ് എന്ന് പറയുന്ന പോർഷനിലോട്ട് കിടക്കുകയാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട, അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ വിട്ടുപോയിട്ടില്ല. എല്ലാ പാറ്റേണിലുള്ള ചോദ്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദ മേജർ ടൈപ്പ് ഓഫ് റോക്സ് ഫോംഡ് ബൈ ലിത്തിഫിക്കേഷൻ. ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ശില ഏതാണ്? അല്ലെങ്കിൽ ലിത്തിഫിക്കേഷൻ, സിമെൻറ്റേഷൻ, കോമ്പാക്ഷൻ, ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോളുക. ഇതെല്ലാം ഒരു പ്രത്യേകതരം ശിലയുടെ ഉണ്ടാവുന്ന സമയത്ത്, അവർ രൂപീകരണം നടക്കുന്ന സമയത്ത് നടക്കുന്ന കുറച്ച് പ്രോസസ്സുകളാണ് ലിത്തിഫിക്കേഷൻ, കോമ്പാക്ഷൻ, സിമെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ആ വാക്കിൽ തന്നെ ഉണ്ട് ഇങ്ങനെ അടിച്ചുകൂട്ടില്ലേ. സിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. അത് തന്നെയാണ് ഈ പറയുന്ന ലിത്തിഫിക്കേഷനും സിമെൻറ്റേഷനും. ഇങ്ങനത്തെ പരിപാടികളല്ല. ഏത് ശിലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് ഉണ്ട്. സെഡിമെൻ്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്, ഇഗ്നിയസ് റോക്ക്, നൺ ഓഫ് ദം. കഴിഞ്ഞ പ്രിലിംസുകളിലെല്ലാം തന്നെ എല്ലാ ഫേസുകളിലും ഒരുപോലെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു ശിലകൾ അഥവാ റോക്സ് എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വരുന്ന പരീക്ഷകളിലും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതാണ് ആൻസർ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ സെഡിമെൻ്ററി റോക്ക്. ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? സെഡിമെൻ്ററി റോക്സിലാണ് കാണാൻ സാധിക്കുക. ഈ 3 ശിലകളും ഇഗ്നിയസ് റോക്കിൻ്റെയും സെഡിമെൻ്ററി റോക്കിൻ്റെയും മെറ്റമോർഫിക് റോക്കുകളുടെയും ഈ 3 ശിലകളുടെ എക്സാമ്പിളുകൾ, അതായത് സെഡിമെൻ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈം സ്റ്റോൺ ഒരു എക്സാമ്പിളാണ്. അതേസമയം ഇഗ്നിയസ് റോക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ വേണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശിലകൾക്കും എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഡിഗ്രി ലെവലിൽ പരീക്ഷകളിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ലൊരു ലോങ് ടേം ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ പ്രിലിംസിലെല്ലാം നിങ്ങൾ കണ്ടു കാണും, അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള വലിയ ചോദ്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ സ്റ്റിൽ റിവിഷൻ ഒന്നും നടക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇതുവരെ ഈ പോർഷൻ നോക്കാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഇതുപോലത്തെ ചോദ്യങ്ങളാണിപ്പം ചോദിച്ചത്. ഇത് സിമിലർ, ഇത് നമ്മൾ പണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇതിന് മുമ്പുള്ള ഒരുപാട് സെഷനിൽ ആപ്പിലുള്ള കുട്ടികൾക്ക് ഒരുപാട് പേര് കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സിമിലർ, എക്സാക്ട്ലി ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ പല പ്രിലിംസ് സെറ്റുകളിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും ഡീപ്പായിട്ട് ഡിഗ്രി ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളത് മനസ്സിൽ വെക്കുക. കാരണം നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കുറച്ചും കൂടി മുകളിലോട്ട് കയറി. These rocks occupy an intermediate position between the deep-seated plutonic bodies and surface lava flow. അതായത് ഞാൻ ഈ പറയുന്ന കല്ല് അല്ലെങ്കിൽ ശില എന്ന് പറയുന്നത് എവിടെയാണ് കാണാൻ സാധിക്കുക? നമ്മുടെ പ്ലൂട്ടോണിക് ബോഡീസ്, അതായത് ഭൂമിയുടെ ഏറ്റവും അകത്ത് കാണാൻ സാധിക്കുന്ന ഈ ലാവകൾ കട്ടയാവുമ്പോൾ, അല്ലെങ്കിൽ ലാവ നമ്മുടെ മാഗ്മ എന്ന് പറയുന്നത് ഭൂമിയുടെ അകത്ത് തന്നെ വെച്ച്
തണുത്താറിക്കഴിയുമ്പോൾ ഭൂമിയുടെ അടിയിൽ തന്നെ എന്താവും, അതൊരു ശിലയായി മാറും. അപ്പോൾ അങ്ങനെയുള്ള റോക്കുകളാണ് നമ്മൾ ഡീപ്പ് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നത്. ഭൂമിയുടെ അടിയിൽ തന്നെ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാവുന്ന ശിലകളാണ് ഡീപ്പ് പ്ലൂട്ടോണിക് റോക്ക്. അതുപോലെ തന്നെ സർഫസ് ലാവ ഫ്ലോ, ഇത് അല്ലാതെ പുറത്തോട്ട് ലാവ വരികയും അത് പുറത്തൊഴുകുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ, മുകളിൽ കാണുന്ന ലാവയുടെയും താഴെ കാണുന്ന ഈ ശിലയുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ശിലയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്നാണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ദേ ആർ സെമി ക്രിസ്റ്റലൈൻ ഇൻ നേച്ചർ. അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സെമി ക്രിസ്റ്റലൈൻ, അതായത് മൊത്തം ക്രിസ്റ്റൽ പോലെയല്ല ഇരിക്കുന്നത്. ക്രിസ്റ്റലിനെ പോലെ ചെറിയ ചെറിയ ഓട്ടകളും കുഴികളൊക്കെ കാണും, പക്ഷെ എന്താണ്, സെമി ക്രിസ്റ്റലൈൻ ആണ്. ബാക്കി കല്ലുകളെ പോലെ ഇച്ചിരി ഹാർഡൻഡ് ആയിരിക്കും. അപ്പോൾ ഇതാരാണ്? ഇറ്റ് ഈസ് കോൾഡ്, ഈ രണ്ട് ഫീച്ചറും ഉള്ളത് ഈ കൂട്ടത്തിൽ ഏത് റോക്കിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക്, ഹിപ്പാബിസൽ റോക്ക്, വോൾക്കാനിക് റോക്ക്, എക്സ്ട്രൂസീവ് റോക്ക്. ഇതിൽ ആർക്കാണ് ഈ കാണുന്ന ഫീച്ചേഴ്സ് ഉള്ളത്? ഇത് അത്യാവശ്യം പഠിക്കുന്ന ആൾക്കാർക്ക്, കാര്യം വളരെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രിലിംസ് സെറ്റിൽ ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്. അത് തെറ്റ് ക്വസ്റ്റ്യനും കൂടിയായിരുന്നു, കാരണം ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു PSC തന്നിട്ടുണ്ടായിരുന്നത്. ഇഫ് ഐ എം നോട്ട് റോങ് phase 3 phase 4 എങ്ങാണ്ടും വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടിയായിരുന്നു. വളരെ സിമിലർ, വെരി സിമിലർ. ഹിപ്പാബിസൽ, ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഹിപ്പബിസൽ റോക്കുകളെ പറ്റി പഠിക്കുക. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും നോക്കാത്തവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് റോക്കുകളുടെ വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ സാൻഡ് ബാർ കണക്ട്സ് കോണ്ടിനെൻറ്റ് വിത്ത് ആൻ ഐലൻഡ് ഫോമിങ് എ നാച്ചുറൽ ബ്രിഡ്ജ് ഇറ്റ് ഈസ് കോൾഡ്. ഇത് ഞാൻ കൂടുതലും ഇതൊരു ജിയോമോർഫോളജി എന്ന് പറയുന്നൊരു ഭാഗമാണ് കേട്ടോ. ജിയോമോർഫോളജി നമ്മുടെ എൻട്രിയിലെ കുട്ടികൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ആപ്പ് ഫോളോ ചെയ്യുന്നവർക്ക് ജിയോമോർഫോളജിയുടെ ക്ലാസ് കിട്ടിക്കാണും. ഇതൊരു ആപ്പ് ഫോളോ ചെയ്യാത്ത നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലൈക്ക് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഈ ജിയോമോർഫോളജി എന്ന് പറയുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ജിയോമോർഫോളജിയിൽ നിന്ന് പല തവണയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ജിയോമോർഫോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ നദികൾ, അതുപോലെ തന്നെ കാറ്റ്, അതുപോലെ തന്നെ ഗ്ലേഷ്യറുകൾ, അതേപോലെ ഗ്രൗണ്ട് വാട്ടർ, ഇങ്ങനത്തെ ആൾക്കാരെല്ലാം രൂപീകരിക്കുന്ന ഭൂരൂപങ്ങളെ പറ്റി പഠിക്കുന്നതാണ് ജിയോമോർഫോളജി. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ വരും. ഈവൻ സീ വേവ്സ്, കടൽ തിരമാലകൾ കൊണ്ടുണ്ടാകുന്ന ലാൻഡ് ഫോംസ് വരെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതും അത്യാവശ്യം ചോദ്യം എക്സ്പെക്ട് ചെയ്യാം, കാരണം അധികമൊന്നും ചോദ്യം വരാത്തൊരു മേഖല ആയതുകൊണ്ട് തന്നെ വരുന്ന വലിയ വലിയ പരീക്ഷകളിൽ നമുക്കിതിനെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യമാണ് എന്താണ്, ഒരു സാൻഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, മണ്ണിങ്ങനെ ഒരു കട്ട പോലെ കിടക്കുന്നതിനാണ് നമ്മൾ സാൻഡ് ബാർ എന്ന് പറയുന്നത്. ആക്ച്വലി ജിയോമോർഫോളജിക്കൽ ഫീച്ചറാണ്. സാൻഡ് ബാർ കണക്ട്സ് എ കോണ്ടിനെൻറ്റ് വിത്ത് എ ഐലൻഡ്. ഒരു കോണ്ടിനെൻറ്റിനെയും ഐലൻഡിനെയും അതൊരു വലിയൊരു വൻകരയെയും ഒരു ചെറിയൊരു ദ്വീപിനെയും കണക്ട് ചെയ്യുന്ന ഒരു സാൻഡ് ബാറിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? നാച്ചുറലായിട്ട് ഒരു വൻകരയെയും ഒരു ദ്വീപിനെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു മണൽത്തട്ടിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ വരുന്നത്? ടോംബോളോ എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ വരിക. ടോംബോളോ. അതായത് സ്പിറ്റ് ഉണ്ട്, സ്റ്റാക്ക്, ബാരിയർ എന്ന് പറയുന്ന എല്ലാം വരുന്നുണ്ട്. ഇതിൽ സ്പിറ്റ് എന്താണ്, സ്റ്റാക്ക് എന്താണ്, ബാരിയർ എന്താണ്, ഇവയെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ടോംബോളോ ആണ്, ഇതിപ്പോൾ ഒരു വലിയ വൻകര ആണെങ്കിൽ ഇതിനിങ്ങനെ കണക്ട് ചെയ്യും. ചെറിയൊരു സാൻഡ് ബാർ വെച്ചിട്ട് ഒരു ചെറിയ ദ്വീപിനെ കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ നോക്കണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് തിരമാലകൾ, നമുക്ക് കടൽ തീരത്ത് തന്നെ നിന്നുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് വളരെ പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സ്ഥലം, ഐലൻഡ് അല്ലെങ്കിൽ കൂടി കല്ലുകൾ ഇങ്ങനെ കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന കാണാൻ പറ്റും. അതാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ഒറ്റയ്ക്കൊരു കല്ലിങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും. ചിലപ്പോൾ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഗുഹകൾ കാണാൻ പറ്റും, വലിയ വലിയ പില്ലറുകൾ, ആർച്ചുകൾ കാണാൻ പറ്റും, പില്ലറുകൾ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ തിരമാലകൾ കൊണ്ടുണ്ടാകുന്നുണ്ട്. കരയിലും കടലിലുമായിട്ട് കാണാൻ പറ്റും. അതുപോലെ കാറ്റാണെങ്കിലും, ഒഴുകുന്ന നദികളാണെങ്കിലും, വീശുന്ന കാറ്റാണെങ്കിലും, എന്താണ് ഗ്രൗണ്ട് വാട്ടർ ആണെങ്കിലും, ഗ്ലേഷ്യർ ആണെങ്കിലും, ഇവരെല്ലാം ഒരുപാട് ഭൂരൂപങ്ങൾ നമ്മുടെ ഭൂമിയുടെ മുകളിലും താഴെയായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് വേണം, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ, ജിയോമോർഫോളജിയുടെ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഒന്നും ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളുടെയൊക്കെ പറ്റിയിട്ടൊരു ഇൻസൈറ്റ്
ഇനി മൊത്തം നമുക്ക് എടുക്കാനുള്ളൊരു പരിമിതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസൈറ്റ് വേണം എന്നുള്ളവർക്ക് അതും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതുപോലത്തെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കിലാണ് ഇങ്ങനെ ഒരു ഇൻസൈറ്റ്സ് വേണ്ടത്, ഒന്ന് ജസ്റ്റ് ഒരു എത്തിനോട്ടം എന്നുള്ള നിലയിൽ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് വേണം എന്നുള്ളവർ അതും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം എത്രത്തോളം ഇന്നോവേറ്റീവ് ആണെന്നുള്ളത് അതും കമൻറ്റ് ചെയ്ത് തന്നെ നമ്മളത് വച്ചിട്ട് അടുത്ത വീഡിയോസ് എല്ലാം അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് വേണം എന്നൊക്കെയുള്ള നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഇത് നമ്മൾ ചോദിച്ചേക്കുന്നത് നമ്മുടെ ജിയോമോർഫോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് വന്നേക്കുന്നത്. കാരണം ഒരു സൈഡിൽ നമ്മുടെ ഭൂരൂപങ്ങൾ ജിയോമോർഫോളജിക്കൽ ഫീച്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ അതുണ്ടാക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏജൻസ് ഓഫ് ഇറോഷനാണ് അപ്പുറത്തെ സൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് നിന്നിട്ട് എങ്ങനെയാണ് ആൻസേഴ്സ് നോക്കുന്നതെന്നുള്ളത് നമുക്ക് ഒന്നല്ലെങ്കിൽ കൃത്യമായിട്ട് ആൻസേഴ്സ് അറിയാവുന്നവർക്ക് എളുപ്പമാണ്, അല്ലാത്തവർക്ക് ഒന്നല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് മാച്ച് ചെയ്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസിനകത്ത് കണ്ടെത്താം. ഇല്ലാത്ത പക്ഷം മോസ്റ്റ് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് തമ്മിൽ മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ലിസ്റ്റ് 1-നകത്ത് ഭൂരൂപങ്ങൾ തന്നിട്ടുണ്ട്, ലാൻഡ് ഫോം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? പോൾജേസ്, സ്ട്രക്ചറൽ ബെഞ്ചസ്, സ്യൂജൻ, സ്റ്റാക്ക്, സിർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇത്രയും പേരാണ് ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ ആരൊക്കെയുണ്ട്? സീ, വിൻഡ്, ഗ്ലേഷ്യർ, ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്, ആൻഡ് ഫൈനലി വാട്ടർ. ഈ വാട്ടർ എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റണ്ണിങ് വാട്ടർ ആണ് കേട്ടോ. ഒഴുകുന്ന നദികളെയാണ് ഈ വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റണ്ണിങ് വാട്ടറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പോൾജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കാം. പറ്റുന്നുണ്ടവരെ ആൻസർ ചെക്ക് ചെയ്യുക, അല്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻസ് കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ ആൻസർ വരുന്ന ഇതാണ്. ഒന്നാമത്തതാണ് പോൾജെ. പോൾജസ് എന്ന് പറയുന്ന ആരുണ്ടാക്കുന്നതാണ്? ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കുന്നതാണ്. ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഒരു ഗ്രൗണ്ട് വാട്ടർ ഒഴുകുന്ന സമയത്ത് അവർ ചെറിയ ചെറിയ ഹോൾസ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സിങ്ക് ഹോളുകൾ ഉണ്ടാക്കും. സിങ്ക് ഹോളുകളെ പോലെ തന്നെ ചെറിയ ചെറിയ പോട്ട് ഹോളുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഡോ ലൈൻ, ഇവയെല്ലാം കൂടി കൂടിച്ചേർന്ന് വലിയ ഡോ ലൈനുകളാവും. അതേപോലെ തന്നെ ഈ സിങ്ക് ഹോളുകൾ തന്നെ നീണ്ടു കഴിയുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾജസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ്, ഈ ഒഴുകുന്ന ഗ്രൗണ്ട് വാട്ടർ തന്നെ കൊണ്ടുപോയി അവർ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് അടിഞ്ഞു കൂടുമ്പോൾ അവിടെയും കുറേ ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലക്മൈറ്റ്, പില്ലേഴ്സ് എന്നൊക്കെയാണ് ആ ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സിൻ്റെ പേര്. അപ്പോൾ ഇത് ഇന്നേ വരെ കേൾക്കാതെ, ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലി ഓൾമോസ്റ്റ് എല്ലാവരും റിവിഷനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സെറ്റിലിരിക്കുന്നവർക്ക് നിങ്ങൾക്കിത് മനസ്സിലാവും. ഇത് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദീസ് ടേംസ്. ഞാൻ ഈ പറഞ്ഞ ടേംസ് എല്ലാം ചെക്ക് ഔട്ട് ചെയ്യുക. അടുത്തതാണ് സ്ട്രക്ചറൽ ബെഞ്ചസ് എന്ന് പറയുന്നത്. റണ്ണിങ് വാട്ടർ, നമ്മുടെ ഒഴുകുന്ന വെള്ളം. സ്ട്രക്ചറൽ ബെഞ്ചസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ ഒരു നദി ഒഴുകുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പില്ലേ, ഒരു നദിയിലോട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ പാകത്തിന് കിടക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ബെഞ്ചസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചില നദീതീരങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇങ്ങനെ തട്ടായിട്ട് നമുക്കിങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങി പോകാൻ പറ്റും. ഓരോ ലെയറുകളായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ കിടക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ബെഞ്ചുകൾ എന്ന് പറയുന്നത്. ഓരോ തവണയും നദി കോഴ്സ് മാറി ഒഴുകുകയും നദി വലുതായും താഴ്ന്നു ഒഴുകുന്ന സമയത്തുണ്ടാകുന്ന ഫീച്ചറാണ് സ്ട്രക്ചറൽ ബെഞ്ചസ് എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്തതാണ് സ്യൂജൻ എന്ന് പറയുന്നത്. സ്യൂജൻ നേരെ വിൻഡ്, കാറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫീച്ചറാണ് സ്യൂജൻ. സ്യൂജൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഫീച്ചറുകളാണ് ഡ്രൈക്കാൻഡർ, മഷ്റൂം റോക്സ്, അതുപോലെ തന്നെ മഷ്റൂം റോക്സ്, ഡ്രൈക്കാൻഡർ. ഈ സ്യൂജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു രൂപം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇങ്ക്പോട്ടില്ലേ, നമ്മുടെ പേനയും ഇങ്ക്പോട്ടും, ഒരു ഇങ്ക്പോട്ടിനകത്ത് പേന എങ്ങനെയാണോ വച്ചിരിക്കുന്നത് ആ ഒരു രൂപഘടനയിൽ കാണാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് സ്യൂജൻ എന്ന് പറയുന്നത്. ഒരു ഇങ്ക്പോട്ടും പെന്നും ഇരിക്കുന്ന ഒരു ആകൃതിയായിരിക്കും സ്യൂജൻ ഉണ്ടാവുക. അത് കൂടുതൽ ഈ മണലാരണ്യങ്ങൾ, ഈ മണൽ തീരങ്ങളിലൊക്കെ ആയിരിക്കും ഒരുപാട് ഈ സ്യൂജൻ എന്ന് പറയുന്ന ഫീച്ചർ കാണാൻ സാധിക്കുക. ഇതുപോലെ ഒരുപാട് മഷ്റൂം റോക്കും പില്ലേഴ്സും ഇങ്ങനത്തെ ഫീച്ചറെല്ലാം ഈ കാറ്റ് മൂലം ഉണ്ടാകാറുണ്ട്. അടുത്തതാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. കടൽ ഉണ്ടാക്കുന്ന ആളാണ് സ്റ്റാക്ക്. ഈ കടലിൽ കാണുന്ന ആർച്ചുകളൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. ഈ പഴയ ഹോളിവുഡ് മൂവീസൊക്കെ എടുത്താൽ പ്രത്യേകിച്ച് ഈ നാവിഗേഷൻ, ഈ കൂടുതലും ഷിപ്പിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതിനകത്ത് കാണാൻ പറ്റും ഈ വലിയ ഷിപ്പുകളൊക്കെ പോകുന്ന സ്ഥലത്തൂടെയൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ശിലകൾ, കല്ലുകളൊക്കെ ഇങ്ങനെ കടലിൻ്റെ നടുക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കല്ലുകളൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. അതാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ. ആ വാക്ക് പോലെ തന്നെയാണ് സ്റ്റാക്ക്. ഈ കടലിൻ്റെ നടുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന പടുകൂറ്റൻ കല്ലുകളെയാണ്, വളരെ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന കല്ലുകളെയാണ് സ്റ്റാക്ക് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ അടുത്താണ് സിർക്ക് എന്ന് പറയുന്നത്. ഇത് ഗ്ലേഷ്യർ എന്ന് പറയുന്ന സംഭവം അറിയാം. വലിയ മഞ്ഞുകട്ടകളെയാണ് നമ്മൾ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ഇതുപോലെ വലിയ പടുകൂറ്റൻ മൗണ്ടെയിൻസിന് അല്ലെങ്കിൽ കൊടുമുടികളുടെ മുകളിൽ മഞ്ഞുകട്ടകൾ നിൽക്കും. ആ മഞ്ഞുകട്ടകളുടെ സൈഡിൽ കാണാൻ പറ്റുന്ന ഈ വലിയ മൗണ്ടെയിൻസിൻ്റെ സൈഡിൽ ഇങ്ങനൊരു എന്താണ്, നമ്മുടെ ഒരു കസേരയില്ലേ, ഒരു കസേര ഇരിക്കുന്നത് പോലെ ഈ മൗണ്ടെയിൻസിൻ്റെ ഇടുക്കുകളിൽ കാണാൻ പറ്റുന്ന ഫീച്ചറുകളെയാണ് നമ്മൾ സിർക്ക് എന്ന് വിളിക്കുന്നത്. അതായത് കസേര കിടക്കുന്നത് പോലെ ആ മൗണ്ടെയിൻസിൻ്റെ സൈഡിൽ ഇങ്ങനെ കുഴിഞ്ഞു കിടപ്പുണ്ട്. അതിനകത്ത് നമുക്ക് കയറി നിൽക്കാനും ഈ ട്രാവൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഹൈക്ക് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേര് മറ്റേ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനവും കൂടിയാണ് സിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ജിയോമോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നദികളുടെയും കാറ്റിൻ്റെയും ഇങ്ങനെ ഓരോരുത്തരുടെ ഈ പറയുന്ന ഓരോ ഏജൻസിനും അവരുടേതായിട്ടുള്ള ഇറോഷണൽ ഫീച്ചേഴ്സും ഉണ്ട്, അവരുടേതായിട്ടുള്ള ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇത്തരത്തിലുള്ള മാത്സ് ഓഫ് ഫോളോയിങ് നമുക്ക് വളരെ അനിവാര്യമാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളും വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇത് നേരെ നമ്മൾ പ്രഷർ ബെൽറ്റ്, അതായത് ജനറൽ സർക്കുലേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു പോർഷനിലോട്ട് നമ്മൾ കടക്കുകയാണ്. പ്രഷർ ബെൽറ്റിനെ പറ്റിയുള്ള ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. റിപ്പീറ്റ് ചെയ്ത് ഒരു 10,000 വട്ടമെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ചോദ്യം വന്നിട്ടുണ്ടാകും. ഹൈലി റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് ഇത് പ്രഷർ ബെൽറ്റ്. ഏത് ബെൽറ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഏത് ബെൽറ്റിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തേതാണ് അറ്റ് അബൌട്ട് 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ഇക്വേറ്റർ ലൈസ് ദിസ് ഏരിയ. അതായത് നമ്മുടെ ഇക്വേറ്ററിൻ്റെ നേരെ വരച്ച് നോക്കുക. നമ്മുടെ ആപ്പിൽ ഇതിൻ്റെ ക്ലാസ് കിടപ്പുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാനൊരു എളുപ്പ വഴിയൊക്കെ ഉണ്ട്. ഇതറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിലൊക്കെ പറയാട്ടോ. നമുക്കൊരു എളുപ്പ വഴി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതൊക്കെയാണ്. ബട്ട് ഐ വോണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇഫ് യു വോണ്ട് ഇറ്റ് ഡു ടെൽ മീ. അപ്പോൾ എന്താണ് ഇത് പറഞ്ഞേക്കുന്നതാണ്, ഇക്വേറ്റർ നമ്മുടെ 0 ഡിഗ്രി ഇക്വേറ്ററിൻ്റെ 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലുമാണ് ഇവരെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നത്, ഈ ഒരു പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന സംഭവം കാണാൻ സാധിക്കുന്നത്. വിൻഡ് ബ്ലോയിങ് ഹിയർ ഇസ് വെസ്റ്റേർലീസ്. ഇവിടെ വീശുന്ന കാറ്റുകളെല്ലാം വെസ്റ്റേർലീസ് ആണ്. അതായത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് വീശുന്ന, വെസ്റ്റേൺ ഭാഗത്തോട്ട് വീശുന്ന കാറ്റാണ് കൂടുതലും. വെസ്റ്റേർലീസ് ടുവേർഡ്സ് ദി വെസ്റ്റ്. ഈസ്റ്റ് വെസ്റ്റ് അറിയാലോ, വെസ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡാണ്. വെസ്റ്റേർലീസ് ആണ് ഉണ്ടാകുന്നത്. ഓൾസോ കോൾഡ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. 1 വെസ്റ്റേർലീസ് ഉണ്ട്, 2 ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, മൂന്നാമത്തത് ഇവർ എന്താണ് 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത്. ഈ രണ്ടിലുമാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഇതിൽ 2 ആൾക്കാരെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ബെൽറ്റിൻ്റെയും പേര് വന്നു. ഈ ബെൽറ്റുകളെ പറ്റി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അവരെവിടെയെല്ലാമാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുണ്ടോ 30 ഡിഗ്രി നോർത്ത് സൗത്ത്, ഇതുപോലെ ഓരോരുത്തർക്കും ഉണ്ട്. 0 to 5 ഡിഗ്രി നോർത്ത് സൗത്ത് ഉണ്ട്, വേണ്ട 30 ഡിഗ്രി നോർത്ത് സൗത്ത് ഉണ്ട്, 65 ഡിഗ്രി നോർത്ത് സൗത്ത് ഉണ്ട്. ഇവരുടെ എക്സ്റ്റൻഷൻ കൃത്യമായി പഠിച്ചു വെക്കുക. 2 അവിടെ വീശുന്ന കാറ്റിൻ്റെ പേര്, വെസ്റ്റേർലീസ് ആണോ ഈസ്റ്റേർലീസ് ആണോ ട്രേഡ് വിൻസ് ആണോ, ഇവർ 3ലും ആരാണ് അവിടെ വീശുന്നതെന്ന് പഠിച്ചു വെക്കുക. അതിനുശേഷം പഠിച്ചു വെക്കേണ്ടത് അവിടുത്തെ പ്രത്യേകതകൾ. ചില സ്ഥലം അല്ലെങ്കിൽ ചില പ്രഷർ ബെൽറ്റ് കൂടുതലും കരയുടെ അടുത്തായിരിക്കും, ചിലപ്പോൾ കടലിനടുത്തായിരിക്കും. അവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക പേര് കാണും അവർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സവിശേഷത പഠിച്ചു വെക്കുക. ഇത്രയും പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ഈ പോർഷനിലുള്ള വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ആൻസർ ഏത് വരും? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇതിൻ്റെ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് പഠിച്ചു വെക്കുക. ഇതിൽ ഓരോരുത്തരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഇതിനകത്തുള്ള എല്ലാം വളരെ റെലവൻ്റ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇത് ജനറൽ സർക്കുലേഷൻ പ്രഷർ ബെൽറ്റ് പോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരാളാണ് വിൻഡുകൾ. വിൻഡും
ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വന്നിട്ടുള്ളൊരു ഭാഗമാണ് വിൻസ്. കാരണം ഈ വേൾഡ് ജോഗ്രഫിയുടെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ എല്ലാം അങ്ങോട്ട് ഒഴിവാക്കാനൊന്നും പറ്റുകയൊന്നുമില്ല. കാരണം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിൻഡ് എന്ന് പറയുന്ന പോർഷൻ, വിൻഡിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് മെയിനായിട്ട് പ്രൈമറി വിൻഡുകൾ, ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലീസ്, ഈസ്റ്റേർലീസ് എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ വിൻഡുകൾ, പല ലോക്കൽ നെയിമുകളിൽ ചില ചൂട് കാറ്റുകളുണ്ട്, ചില തണുത്ത കാറ്റുകളുണ്ട്. അതിൻ്റെ പേരും അത് എവിടെയാണ് വീശുന്നതെന്ന് പഠിച്ചു വെക്കുക. പിന്നെ ലാൻഡ് ബ്രീസും സീ ബ്രീസും എന്ന കരക്കാറ്റും കടൽക്കാറ്റൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അതെല്ലാം സെക്കൻഡറി വിൻഡ്സ് ആണ്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഒന്ന് മൺസൂണിനെ കൂടി പഠിച്ചു വെക്കണം. അതാണ് സീസണൽ വിൻഡ്സ്. ഇത്രയും പഠിച്ചാൽ തന്നെ വിൻഡ്സ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വന്നൊരു ചോദ്യമാണ്, ഞാൻ നമ്മുടെ ഒരു സൈഡിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരു സൈഡിൽ ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലീസ്, ഈസ്റ്റേർലീസ് 3 പ്രധാനപ്പെട്ട സർക്കുലേഷനുകളുടെ പേരുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ സെല്ലുകൾ, നമ്മുടെ സർക്കുലേഷൻ സെല്ലുകൾ എന്ന് പറയുന്ന 3 ആൾക്കാർ, ഫെറൽ സെല്ല്, പോളാർ സെല്ല്, ഹാഡ്ലി സെല്ല്, 3 സെല്ലുകളുടെ പേരുണ്ട്. ഇവരെ മാച്ച് ദ ഫോളോയിങ് ആണ്. പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. ഏത് വരും? ട്രേഡ് വിൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഹാഡ്ലി സെല്ലിലാണ്, വെസ്റ്റേർലീസ് എന്ന് പറഞ്ഞാൽ നേരെ ഫെറൽ സെല്ലിലാണ്, ഈസ്റ്റേർലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ സെല്ലിലാണ്. ഓർക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം, ഈ സെല്ലുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇതിങ്ങനെയായിരിക്കും സെല്ല് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇങ്ങനെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ടാവും, ഫെറൽ സെൽ, ഹാഡ്ലി സെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓർത്തെടുക്കുക, അല്ലെങ്കിൽ വീണ്ടും പോയി പഠിക്കുക. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഒരു ലോക്കൽ വിൻഡിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2-3 സെറ്റുകളിൽ പല ഫേസുകളിലായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ദ ലോക്കൽ വിൻഡ് ബ്ലോയിങ് ഇൻ റോക്കി മൗണ്ടെയ്ൻസ് വിത്ത് എ നെയിം മീനിങ് ഐസ് ഈറ്റർ. റോക്കി മൗണ്ടെയിനുകളിലൂടെ വീശുന്ന ഒരു കാറ്റുണ്ട്. ആ കാറ്റിൻ്റെ നാമത്തിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആ കാറ്റിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഐസ് ഈറ്റർ എന്നാണ്. അതായത് മഞ്ഞ് തിന്നുന്ന, മഞ്ഞ് തീനി എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് വരുന്നത് ഐസ് ഈറ്റർ. അതേത് കാറ്റാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെയാണ്? റോക്കി മൗണ്ടെയ്ൻസിനാണ് കേട്ടോ അത് വീശുന്നത്. ഓപ്ഷനൊക്കെ ഉണ്ട്: ചിനൂക്ക്, ഫോൻ, നോർവെസ്റ്റർ ആൻഡ് ബ്ലിസാർഡ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അത്യാവശ്യം നോക്കിയിട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ആൻസറാണ്. ആൻസർ ഏതാണ്? നമ്മുടെ ചിനൂക്കാണ്. അതേപോലെ തന്നെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രിലിംസ് ഫേസിനകത്ത് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. പക്ഷേ അതിൻ്റെ ഓപ്ഷൻ്റെ അകത്ത് ചിനൂക്ക് ഉണ്ടായിരുന്നില്ല, പകരം ഫോൻ ഉണ്ടായിരുന്നു. അതായത് ഇതേ സിമിലർ, അതായത് ഐസ് ഈറ്റർ എന്ന് പറയുന്ന മഞ്ഞിനെ ഉരുക്കി കളയാൻ തക്കതായിട്ടുള്ളൊരു കാറ്റ് എന്നുള്ള രീതിയിലൊരു ചോദ്യം വന്നു. അതിൻ്റെ എക്സാക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ അത് ചിനൂക്കാണ്. പക്ഷേ ഓപ്ഷൻ്റെ അകത്ത് ചിനൂക്ക് ഉണ്ടായിരുന്നില്ല, പകരം ആരുണ്ടായിരുന്നു? ഫോൻ കിടപ്പുണ്ടായിരുന്നു, വേറെയും കുറച്ച് ആൾക്കാരുടെ പേരുണ്ടായിരുന്നു. അപ്പോൾ ആൻസർ ഫോൻ ആയിരുന്നു. കാരണം സംഭവം റോക്കി മൗണ്ടെയ്ൻസിലല്ല വീശുന്നതെങ്കിലും ഫോൻ വീശുന്ന സ്ഥലത്ത് സിമിലറായിട്ട് ചിനൂക്കിനെ പോലൊരു ചെറിയൊരു സ്വഭാവ സാദൃശ്യമുള്ള ആളാണ് ഫോൻ. അതുകൊണ്ട് അത് ആൻസറായിട്ട് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ലോക്കൽ വിൻഡിൽ തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സൈഡിൽ നമ്മുടെ പ്രധാനപ്പെട്ട ലോക്കൽ വിൻഡുകളുടെ പേരുണ്ട്, മറ്റേ സൈഡിൽ അവരുടെ സ്ഥലം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഒരു സൈഡിൽ ആരൊക്കെയാണ്? സാന്റാ ആന, കംസിൻ, സോണ്ട, കറാബുറാൻ, ബോറ, ബ്രിക്ക്ഫീൽഡർ. ഇതെല്ലാം ലോക്കൽ വിൻഡുകളുടെ പേരാണ്. ചിലത് ഹോട്ട് ലോക്കൽ വിൻഡാണ്, ചിലർ കോൾഡ് ലോക്കൽ വിൻഡാണ്. അപ്പുറത്തെ സൈഡിൽ സ്ഥലം തന്നിട്ടുണ്ട്. അപ്പോൾ പോസ് ചെയ്ത് വെച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ആൻസർ ഏതൊക്കെ വരും? ഫസ്റ്റ് വൺ സാന്റാ ആന. സാന്റാ ആന എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് അമേരിക്കയിൽ വീശുന്ന ഒരു പ്രധാനപ്പെട്ട ലോക്കൽ വിൻഡാണ്. അതിനുശേഷം കംസിൻ എന്ന് പറയുന്ന നമ്മുടെ ആഫ്രിക്കയിൽ വീശുന്ന പ്രധാനപ്പെട്ട ഒരു കാറ്റാണ് കംസിൻ എന്ന് പറയുന്നത്. പിന്നെ സോണ്ട എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ സൗത്ത് അമേരിക്കയിൽ വീശുന്ന പ്രധാനപ്പെട്ട ഒരു കാറ്റാണ്. കറാബുറാൻ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഏഷ്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാറ്റാണ്. ബോറ എന്ന് പറയുന്നത് യൂറോപ്പിലും, ബ്രിക്ക്ഫീൽഡർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലും വീശുന്ന കാറ്റാണ്. ഇതുപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക, പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൊരു ഭാഗമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നമ്മുടെ സീസൺസ് അങ്ങനെ അധികം ഒന്നും വന്നിട്ടില്ല, പക്ഷെ എന്നാലും ലൈക്ക് ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടു എന്നേ ഉള്ളൂ. ഇതും വരാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് എന്നതാണ് സീസൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഹാസ് സമ്മേഴ്സ് ആൻഡ് സദേൺ ഹെമിസ്ഫിയർ വിൻറ്റേഴ്സ്. അതായത് ഈ ഒരു സീസണിൽ നിൽക്കുമ്പോൾ എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മറും സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററുമാണ്. ഡേയ്സും നൈറ്റും ഈക്വൽ അല്ല, പകരം ഡേയ്സ് കുറച്ചും കൂടി ലോങ്ങറാണ്. സീസൺ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്?
നമ്മുടെ സമ്മർ സോളസ്റ്റൈസ് ആണ്. ഇതൊരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, പക്ഷേ ഇൻ കേസ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ അകത്ത് വന്നാൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇട്ടുവെന്നേ ഉള്ളൂ. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മറ്റൊരു ഭാഗമാണ് മാപ്സ് അഥവാ മാപ്പിംഗ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്നൊരു ചോദ്യം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് മാപ്സിനെ പറ്റിയിട്ട്, മാപ്പിംഗ് ടെക്നിക്കുകളെ പറ്റി. ഒരു പക്ഷേ ചിലപ്പോൾ ഈ വീഡിയോക്ക് ശേഷമോ അല്ലെങ്കിൽ ഈ വീഡിയോക്ക് മുമ്പോ അത് മേ ബി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവാം. ഇൻ കേസ് അത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, കാരണം ഒരുപാട് പേര് പറഞ്ഞൊരു ടോപ്പിക്കാണ് മാപ്പ് എന്ന് പറയുന്ന ഒരു പോർഷനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല, അതിനകത്ത് വരുന്ന ചോദ്യങ്ങൾ വേണം, അല്ലെങ്കിൽ ആ പോർഷനിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് മാപ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാപ്പിംഗ് എന്ന് പറയുന്നൊരു പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് ആ വീഡിയോ പോയി കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും. അതിൻ്റെ മൊത്തം ക്ലാസ് മാപ്പിനെ പറ്റി പഠിക്കേണ്ട എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഷനായിരുന്നു അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വേണ്ടവർക്ക് അത് പോയി കാണാം. ഇല്ലാത്തവർക്ക് അറിയാവുന്നവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഇത് മാപ്പിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം മാപ്പിനകത്ത് ഉപയോഗിക്കുന്ന കളറിനെയും സിമ്പിളിനെയും പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, ഔട്ട് ഓഫ് ഓൾ കളേഴ്സ് ഗിവൺ ബിലോ വിച്ച് ആർ ദോസ് യൂസ്ഡ് ഇൻ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. ടോപ്പോഗ്രഫിക്കൽ മാപ്പിനകത്ത് ഉപയോഗിക്കുന്ന കളറുകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് വളരെ റെലവൻ്റ് ആണ്. അറിയാൻ പാടില്ലാത്തവർ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാം. എന്താണ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ബ്ലാക്ക്, റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്രൗൺ, വയലറ്റ് ആൻഡ് ഓറഞ്ച്. 7 കളേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാമാണ് മാപ്പിനകത്ത് കാണുന്നത് എന്നുള്ളതാണ്. നേരെ ആൻസർ ചെയ്യുന്നതാണ് 1 2 3 4 5 ഓൺലി. 1 2 3 4 5. ഈ ആദ്യത്തെ 5 പേര് മാത്രമാണുള്ളൂ. വയലറ്റും ഓറഞ്ച് ഒന്നും ഇല്ല. നമ്മുടെ മാപ്പിനകത്ത് എപ്പോഴും കാണുന്ന കളറിൽ ഒന്നാമത്തതാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാപ്പിനകത്ത് ഏറ്റവും കൂടുതൽ എഴുതുന്നത്, ടോപ്പോ ഷീറ്റുകളുടെ അകത്ത് എഴുതുന്നത്. റെഡ് കളർ എപ്പോഴും നമ്മുടെ സെറ്റിൽമെൻറ്റ്സ്, അതായത് നമ്മൾ ജീവിക്കുന്ന ആൾക്കാരുടെ വീടും അങ്ങനത്തെ സാധനങ്ങൾ, റോഡൊക്കെ കാണിക്കാനാണ് റെഡ് കളർ ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രീൻ, പച്ച കളർ കാടുകൾ കാണിക്കാൻ, വെജിറ്റേഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്നു. യെല്ലോ കളർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ്, നമ്മുടെ കൃഷിയിടങ്ങൾ കാണിക്കാനാണ് മഞ്ഞ കളർ ഉപയോഗിക്കുന്നത്. ബ്രൗൺ കളർ ഉപയോഗിക്കുന്നത് മലകൾ, കുന്നുകൾ, കോണ്ടൂറുകൾ എന്ന് പറയുന്ന സംഭവം കാണിക്കാനാണ്. പിന്നെ വെള്ള കളർ ഉപയോഗിക്കാറുണ്ട്. വൈറ്റ് കളർ എന്ന് പറയുന്നത് വേസ്റ്റ് ലാൻഡ്, തരിശു ഭൂമികൾ കാണിക്കാനാണ് വൈറ്റ് കളർ ഉപയോഗിക്കുന്നത്. അതുകൂടെ അപ്പോൾ ഈ വയലറ്റും പിങ്കും ഓറഞ്ചും ഒന്നുമില്ല. ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ കോണ്ടൂറുകളെ പറ്റി 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. കോണ്ടൂർസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മാപ്പിംഗ് അഥവാ മാപ്സ് എന്ന് പറയുന്ന എൻ്റെ ക്ലാസ് എടുത്ത് കാണുക. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇമാജിനറി ലൈൻസ് ജോയിനിങ് പ്ലേസസ് ഹാവിങ് ദ സെയിം എലിവേഷൻ അബവ് മീൻ സീ ലെവൽ. മീൻ സീ ലെവലിനേക്കാളും ഒരേപോലെ ഉയരമുള്ള സ്ഥലങ്ങളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ കോണ്ടൂർ എന്ന് പറയുന്നത്. അതിൻ്റെ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, കോണ്ടൂർസ് ആർ ഡ്രോൺ അറ്റ് ഡിഫറെൻറ്റ് വെർട്ടിക്കൽ ഇൻ്റർവെൽ. ഓരോ ഇൻ്റർവെൽ ഇടവിട്ടാണ്, ഓരോ ഉയരത്തിൻ്റെ ഇടവിട്ടിട്ടാണ് നമ്മൾ കോണ്ടൂർ വരയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെല്ലാമാണ് ശരി, ഏതാണ് ശരി? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, എന്താണ് ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏത് വരും? ഓപ്ഷൻ സി, S1 ആൻഡ് S2 ആർ കറക്റ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നേരെ നമ്മുടെ ഓഷ്യൻസ് എന്ന് പറയുന്ന, ഓഷ്യൻസ് ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പോർഷൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സൈഡിൽ പ്രധാനപ്പെട്ട കറണ്ടുകളുടെ പേര് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബെങ്കുവേല കറണ്ട്, കുറോഷിയോ കറണ്ട്, ലാബ്രഡോർ കറണ്ട്, അഗൽഹസ് കറണ്ട്. ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ സ്ഥലം എവിടെ നിന്ന് എങ്ങോട്ടേക്ക് വീശുന്നതാണ് എന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാച്ച് ചെയ്യുക, കാരണം ഇത് വളരെ പണ്ട് മുതലേ ഉള്ള ഒരു ടോപ്പിക്കാണ് ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ, ഓപ്ഷൻ ഡി. അതിലെന്താണ്? ബെങ്കുവേല കറണ്ട് എന്ന് പറയുന്നത് നേരെ കോൾഡ് സൗത്ത് അറ്റ്ലാന്റിക് കറണ്ട്, അറ്റ്ലാന്റിക്കിലുള്ള വളരെ തണുത്ത ഒരു കറണ്ടാണ് നമ്മുടെ ബെങ്കുവേല കറണ്ട്. കുറോഷിയോ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലിപ്പൈൻസിൻ്റെ ഭാഗത്ത് വീശുന്നൊരു കറണ്ടാണ് കുറോഷിയോ കറണ്ട്. ലാബ്രഡോർ കറണ്ട് ആർട്ടിക്കിൽ നിന്നൊരു തണുത്ത കറണ്ടാണ്. അഗൽഹസ് കറണ്ട് മൊസാംബിക് കറണ്ടിന് ശേഷം ഉള്ള പേരാണ് അഗൽഹസ് എന്ന് പറയുന്നത്. അടുത്തത് റിമോട്ട് സെൻസിങ്. ഇനി വരുന്ന 2 ചോദ്യങ്ങൾ റിമോട്ട് സെൻസിങ്ങും GISും വളരെ പുതിയൊരു ടോപ്പിക്കാണ് ജിയോഗ്രഫിയിലുള്ള. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സ്കോപ്പിനകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അതും ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. ഈ ഒരു പുതിയ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒബ്വിയസ്ലി നമ്മുടെ ആ ചാനലിൽ ഇതിനു മുമ്പ് ക്ലാസ്സുകൾ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇൻ കേസ് അതിനെ പറ്റിയിട്ടും ബ്രീഫിംഗ് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ. ദ ടൈപ്പ് ഓഫ് റിമോട്ട് സെൻസിങ് ദാറ്റ് യൂസ് ദ ഹീറ്റ് ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ. റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അതായത് ഒരു ഫീച്ചറിന് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ തൊടാതെ അതിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻ എടുക്കുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിന് നമ്മൾ സെൻസറുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു പലതരത്തിലുള്ള സെൻസറുകളുണ്ട്. ഈ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യുന്ന സെൻസേഴ്സ് ഉണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ അഭാവത്തിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ സെൻസറുകളും ഉണ്ട്. ഐ മീൻ ആർട്ടിഫിഷ്യലായിട്ട് സ്വന്തമായി ലൈറ്റ് ഉണ്ടാക്കി ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന സെൻസറുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ അതുകൂടാണ്ട് വേറെ വെറൈറ്റി ടൈപ്പുകളുണ്ട്. ഒപ്റ്റിക്കൽ സെൻസേഴ്സ് ഉണ്ട്. ഒപ്റ്റിക്കൽ അല്ലാണ്ട് ഈ ഹീറ്റ്, അതായത് ഒരു ഫീച്ചറിൻ്റെ ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഫീച്ചറിൻ്റെ ചൂട് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രവഹിക്കുന്ന ചൂട് വെച്ചിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്ന സെൻസറുകളുണ്ട്. അപ്പോൾ ഇതത്രയേ ഉള്ളൂ. അതായത് ഒരു ഫീച്ചറിൻ്റെ ഹീറ്റ് അല്ലെങ്കിൽ ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഫീച്ചറിൻ്റെ ഹീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഏതാണ്? ആ ടൈപ്പ് ഓഫ് റിമോട്ട് സെൻസിങ്ങിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒപ്റ്റിക്കൽ റിമോട്ട് സെൻസിങ്, തെർമൽ ഇൻഫ്രാറെഡ്, പാസീവ് മൈക്രോവേവ്, റിഫ്ലക്റ്റഡ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. ഒബിയസ്ലി നമ്മുടെ ആപ്പിൽ ഇതിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ട്. അത് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ പറയുക. നമുക്കിതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ഡിസ്കഷനൊക്കെ നമുക്ക് നോക്കാം. നമുക്കൊരു ലൈവൊക്കെ വേണമെങ്കിൽ നമുക്ക് വിൽ കണ്ടക്ട് സംതിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് തെർമൽ ഇൻഫ്രാറെഡ് എന്നാണ്. ഇത് ഒട്ടും അറിയാത്തവർക്ക് ജസ്റ്റ് ഈ വാക്ക് കാണുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറക്കി കുത്താനൊക്കെ പറ്റുന്നൊരു ചോദ്യമായിരുന്നു. അതേപോലെ തന്നെ ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഓപ്പൺ ഡേറ്റ സോഴ്സസ് ഫോർ GIS അനാലിസിസ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് GIS, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗവും ഒരു പുതിയൊരു ടോപ്പിക്കാണ്. ഒരു ഡിഗ്രി ലെവലിൽ അത്യാവശ്യം മെയിൻസിനെല്ലാം തന്നെ ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും എക്സ്പ്ലനേഷൻസ് നമ്മുടെ ഒരു ടൈം പീരീഡിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. വേണ്ടവർ കമൻറ്റ് ബിലോ. എന്താണ് ഓപ്ഷൻസ് വരുന്നത്? ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, USGS എക്സ്പ്ലോറർ, സെഡാക്ക്, QGIS. ഓപ്പൺ ഡേറ്റ സോഴ്സ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ സിമ്പിളാണ്. ഏതാണ്? QGIS. ഇത് പഠിച്ചവർക്ക് എളുപ്പമായിരിക്കും. ഒന്നും അറിയാൻ പാടില്ലാത്തവർ വിചാരിക്കും ഇത് എന്ത് സാധനമാണെന്ന് ആലോചിക്കുന്നുണ്ടാവും. പഠിച്ചവർക്ക് അറിയായിരിക്കും, അല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഈ കൊടുത്തേക്കുന്ന 3 ആൾക്കാരും ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, USGS, സെഡാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക് ഡേറ്റ കൊടുക്കുന്ന സോഴ്സുകളാണ്. അതായത് നമുക്ക് മാപ്പും സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സോഴ്സുകളാണ്. QGIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനാണ്. അവിടെ നമുക്ക് ഡേറ്റ എടുക്കാനല്ല, നമുക്ക് ഡേറ്റ ഇട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് QGIS. അതേപോലെ തന്നെ ബേസിക് കോമ്പണൻസ് ഓഫ് GIS ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോ. GISൻ്റെ കോമ്പണൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് GISൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസറും ജസ്റ്റ് നോക്കുക. ഓൾ ഓഫ് ദ അബവ്. GISൻ്റെ കോമ്പണൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ലാസ്റ്റത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനൊരു ചെറിയ സ്പീഡപ്പ് ചെയ്തു. കാരണം നമുക്കത് ജസ്റ്റ് അത് ഇലാബറേറ്റ് ചെയ്യാനുള്ള ടൈം നമുക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു ഗൈസ്. കാരണം പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ പോർഷൻസിൽ നിന്നും എല്ലാ യൂണിറ്റിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തു. അപ്പോൾ ഇനി എനിക്ക് അറിയേണ്ടത് ഇത് യൂസ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്നുള്ളത് പ്ലീസ് ഡു കമൻറ്റ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഫർദർ എന്തൊക്കെ വേണം, ഈ ഒരു സീരീസ് നല്ലതാണോ, അങ്ങനെയാണെങ്കിൽ ഇനി കേരള ജോഗ്രഫി വേണോ, ഇന്ത്യ വേണോ എന്നുള്ളത് പറയാം. സോ ദാറ്റ് ഇസ് ദി എൻഡ് ഓഫ് ദി സെഷൻ. താങ്ക് യു സോ മച്ച്.